അപ്പം വെക്കുന്ന ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. ഞാനത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കൈമ റൈസും പിന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി മട്ടനാണ് എടുത്തിട്ടുള്ളത്. കൈമ റൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടേക്കൊക്കെ കൈമ റൈസാണ് കൂടുതലും ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇങ്ങോട്ട് ആലപ്പുഴ ഈ ഭാഗത്തേക്കൊക്കെ വേറെ എന്തൊക്കെയോ പേരുള്ള റൈസൊക്കെ എടുക്കും തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ എന്തായാലും കൈമ റൈസ് എടുത്ത്, എനിക്കതാണ് ഇഷ്ടം. അപ്പം അത് നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു 70% വേവിച്ച് മാറ്റി വെക്കുക. കാരണം നല്ലോണം വെന്തുപോയാൽ നമുക്ക് ദമ്മിടാൻ പറ്റില്ല, കഞ്ഞി പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു 70% വേവിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ മട്ടന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചതച്ചെടുക്കുക. അതുപോലെ കുറച്ച് വലിയുള്ളി മുറിച്ചിട്ടതും വേണം. എന്നിട്ടൊരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഈ ഉള്ളിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചാൽ ചതച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ബിരിയാണി മസാലേൻ്റെ കുറച്ച് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തൈരും. ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ വഴറ്റി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് മട്ടൻ ഇട്ട് കൊടുത്ത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും പാകത്തിന് നോക്കിയിട്ട് അത് നല്ലോണം വെന്ത് വരുന്നവരെ കാത്തിരിക്കുക. അങ്ങനെ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ദം ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. ചോറ് ഇടുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്തെടുത്ത ഉള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതും പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ദമ്മാക്കി എടുക്കുക. ഇത്രേ ഉള്ളൂ, ബിരിയാണീൻ്റെ സാധനം കഴിഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 2 ഡിഷ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈര്, പച്ചമുളക്, പിന്നെ ഉള്ളി, തക്കാളി ഇതെല്ലാം കൂടെ മുറിച്ചിട്ടിട്ട് ഒരു സാലഡും അതേപോലെ തന്നെ ഒരു പച്ച കളർ ചമ്മന്തി. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ചമ്മന്തിയാണ് പുതിനയില ചമ്മന്തി എന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുമായിരുന്നു ഞങ്ങൾ ബിരിയാണീൻ്റെ കൂടെ സൈഡായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ.